PSC മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏപ്രിൽ 11 പുറത്തിറങ്ങിയ തൊഴിൽ വാർത്തയിലെ +1 ചാപ്റ്ററുകളെ ബേസ് ചെയ്തിട്ടുള്ള പോയിന്റുകളാണ് കേട്ടോ. +1 കമ്പ്യൂട്ടർ സയൻസ് പാഠപുസ്തകത്തിലെ 3-ാം അധ്യായത്തിൽ നിന്നെടുത്ത ക്വസ്റ്റ്യൻസ് ആണ്. ഡാറ്റയോ നിർദ്ദേശങ്ങളോ ഫലങ്ങളോ താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമേത്? മെമ്മറി. ഡാറ്റയോ നിർദ്ദേശങ്ങളോ ഫലങ്ങളോ താൽക്കാലികമായോ സ്ഥിരമായോ സൂക്ഷിച്ചു വെക്കാനുള്ള സ്ഥലമേത്? മെമ്മറി. മെമ്മറിയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത് എപ്രകാരം? പ്രാഥമിക മെമ്മറി, ദ്വിതീയ മെമ്മറി. മെമ്മറിയെ രണ്ടായി തരംതിരിച്ചിരിക്കുന്നത് എപ്രകാരം? പ്രാഥമിക മെമ്മറി, ദ്വിതീയ മെമ്മറി. മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധപ്പെടുന്നതുമായ മെമ്മറി ഏത്? പ്രാഥമിക മെമ്മറി. മദർ ബോർഡിൽ സ്ഥിതി ചെയ്യുന്നതും പ്രോസസ്സറുമായി നേരിട്ട് ബന്ധപ്പെടുന്നതുമായ മെമ്മറി ഏത്? പ്രാഥമിക മെമ്മറി. സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതും പ്രോസസ്സറുമായി പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്നതുമായ മെമ്മറി ഏത്? ദ്വിതീയ മെമ്മറി. സ്ഥിരമായി വിവരങ്ങൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്നതും പ്രോസസ്സറുമായി പ്രാഥമിക മെമ്മറിയിലൂടെ മാത്രം വിവരങ്ങൾ കൈമാറുന്നതുമായ മെമ്മറി ഏത്? ദ്വിതീയ മെമ്മറി. സെമി കണ്ടക്ടർ മെമ്മറിയുടെ സ്വഭാവത്തിലെ മെമ്മറി ഏത്? പ്രാഥമിക മെമ്മറി. സെമി കണ്ടക്ടർ മെമ്മറിയുടെ സ്വഭാവത്തിലെ മെമ്മറി ഏത്? പ്രാഥമിക മെമ്മറി. CPU നേരിട്ട് കൈകാര്യം ചെയ്യുന്നതും ഡാറ്റ വളരെ വേഗത്തിൽ അയക്കാനും സ്വീകരിക്കാനും കഴിവുള്ളതുമായ മെമ്മറി ഏത്? പ്രാഥമിക മെമ്മറി. CPU നേരിട്ട് കൈകാര്യം ചെയ്യുന്നതും ഡാറ്റ വളരെ വേഗത്തിൽ അയക്കാനും സ്വീകരിക്കാനും കഴിവുള്ളതുമായ മെമ്മറി ഏത്? പ്രാഥമിക മെമ്മറി. പ്രാഥമിക മെമ്മറിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 3 തരം മെമ്മറികളേവ? റാം, റോം, കാഷ് മെമ്മറി. പ്രാഥമിക മെമ്മറിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന 3 തരം മെമ്മറികളേവ? റാം, റോം, കാഷ് മെമ്മറി. മൈക്രോ പ്രോസസ്സറിന് ഡാറ്റ സംഭരിക്കാനും തിരിച്ചയക്കാനും സാധിക്കുന്ന പ്രാഥമിക മെമ്മറി ഏത്? റാം. മൈക്രോ പ്രോസസ്സറിന് ഡാറ്റ സംഭരിക്കാനും തിരിച്ചയക്കാനും സാധിക്കുന്ന പ്രാഥമിക മെമ്മറി ഏത്? റാം. CPU പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റയോ നിർദ്ദേശങ്ങളോ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട പ്രാഥമിക മെമ്മറി ഏത്? റാം. CPU പ്രോസസ്സ് ചെയ്യുന്ന ഡാറ്റയോ നിർദ്ദേശങ്ങളോ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട പ്രാഥമിക മെമ്മറി ഏത്? റാം. റാം ഒരു അസ്ഥിര മെമ്മറിയാണ് എന്ന് പറയാൻ കാരണമെന്ത്? വൈദ്യുതബന്ധം നിലയ്ക്കുമ്പോൾ റാമിനുള്ളിൽ അടങ്ങിയതെല്ലാം നഷ്ടപ്പെടുന്നതിനാൽ. റാം ഒരു അസ്ഥിര മെമ്മറിയാണ് എന്ന് പറയാൻ കാരണമെന്ത്? വൈദ്യുതബന്ധം നിലയ്ക്കുമ്പോൾ റാമിനുള്ളിൽ അടങ്ങിയതെല്ലാം നഷ്ടപ്പെടുന്നതിനാൽ. റാമിൻ്റെ സംഭരണശേഷി സാധാരണമായി രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏത്? ഗിഗാബൈറ്റ് അഥവാ GB. റാമിൻ്റെ സംഭരണശേഷി സാധാരണമായി രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ഏത്? ഗിഗാബൈറ്റ് അഥവാ GB. എത്രമാത്രം വേഗത്തിൽ ഡാറ്റ മെമ്മറിയിൽ സംഭരിക്കുന്നു തിരിച്ചെടുക്കുന്നു എന്നതാണ് റാമിൻ്റെ വേഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അളക്കാനുള്ള യൂണിറ്റ് ഏത്? മെഗാഹെർട്സ്. എത്രമാത്രം വേഗത്തിൽ ഡാറ്റ മെമ്മറിയിൽ സംഭരിക്കുന്നു തിരിച്ചെടുക്കുന്നു എന്നതാണ് റാമിൻ്റെ വേഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് അളക്കാനുള്ള യൂണിറ്റാണ് മെഗാഹെർട്സ്. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിലെ റാമിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നിലവിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിലെ റാമിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, നിലവിൽ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡാറ്റ. കമ്പ്യൂട്ടറിലെ സ്ഥിരമായ മെമ്മറി ഏത്? റീഡ് ഓൺലി മെമ്മറി അഥവാ റോം. കമ്പ്യൂട്ടറിലെ സ്ഥിരമായ മെമ്മറി ഏത്? റീഡ് ഓൺലി മെമ്മറി അഥവാ റോം. വൈദ്യുതി ബന്ധം നിലച്ചാലും ഉള്ളടക്കം മാഞ്ഞു പോകാതെ നിലനിൽക്കുന്നു. അതിൽ നിന്ന് ഡാറ്റ വീണ്ടെടുക്കാൻ മാത്രമേ കഴിയൂ. അതിൻ്റെ ഉള്ളടക്കം എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കില്ല. എന്നിവ ഏത് മെമ്മറിയുടെ പ്രത്യേകതകളാണ്? റോം. വൈദ്യുതബന്ധം നിലച്ചാലും ഉള്ളടക്കം മാഞ്ഞു പോകാതെ നിലനിൽക്കുന്നു. അതിൽ നിന്ന് ഡാറ്റ വീണ്ടെടുക്കാൻ മാത്രമേ കഴിയൂ. അതിൻ്റെ ഉള്ളടക്കം എളുപ്പത്തിൽ മാറ്റാൻ സാധിക്കില്ല. എന്നിവ ഏത് മെമ്മറിയുടെ പ്രത്യേകതകളാണ്? റോം. റോമിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേക ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഏത്? BIOS. റോമിൽ അടങ്ങിയിരിക്കുന്ന പ്രത്യേക ബൂട്ട് ആപ്പ് പ്രോഗ്രാം ഏത്? BIOS. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോൾ ബൂട്ട് ആപ്പ് ചെയ്യുമ്പോഴും പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്? BIOS. കമ്പ്യൂട്ടർ ഓൺ ചെയ്യുമ്പോഴും ബൂട്ട് ആപ്പ് ചെയ്യുമ്പോഴും പ്രവർത്തിക്കുന്ന സോഫ്റ്റ്വെയർ ഏത്? BIOS. കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ പരിശോധിക്കുകയും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ മെമ്മറിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്ന പ്രോഗ്രാം ഏത്? BIOS. റോമിൻ്റെ പരിഷ്കരിച്ച രൂപങ്ങളേവ? പ്രോം, ഇപ്രോം, EPROM. റോമിൻ്റെ പരിഷ്കരിച്ച രൂപങ്ങളാണ് PROM, അതായത് പ്രോം, EPROM, ഇപ്രോം, EEPROM. പ്രോമിൻ്റെ മുഴുവൻ രൂപമെന്ത്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യപ്പെടുന്ന മെമ്മറി ഏത്? പ്രോം.
പ്രോമിൻ്റെ പരിഷ്കരിച്ച രൂപങ്ങളേവ? ഏതെല്ലാം? അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. ഫസ്റ്റ് പ്രോമിൻ്റെ മുഴുവൻ പേര് വരുന്നത് പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അതാണ് കേട്ടോ പ്രോമിൻ്റെ മുഴുവൻ പേര്. പിന്നെ അതിൽ പറഞ്ഞത് ഈ പ്രോം പറയുന്നുണ്ട്. പിന്നെ ഒരു ഇയും കൂടി എക്സ്ട്രാ അതിനോട് ആഡ് ചെയ്തിട്ടാണ് ഈ പ്രോം എന്ന് പറയുന്നത് കേട്ടോ, മൂന്നാമതായിട്ട് വരുന്നത്. ഓക്കെ, അതിൻ്റെ ഫുൾ ഫോം ഇവിടെ കൊടുക്കുന്നുണ്ട്. പ്രോമിൻ്റെ മുഴുവൻ രൂപം എന്ത്? പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി, അതായത് ഒരിക്കൽ മാത്രം പ്രോഗ്രാം ചെയ്യപ്പെടുന്ന മെമ്മറിയാണ് ഇത് കേട്ടോ പ്രോം. ഇനി ഈ പ്രോം എന്നതിൻ്റെ മുഴുവൻ രൂപം എന്ത്? ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. ഈ പ്രോമിൻ്റെ മുഴുവൻ പേര് ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് വീണ്ടും എഴുതപ്പെടാൻ കഴിയുന്ന മെമ്മറി ഏത്? ഈ പ്രോം. അൾട്രാ വയലറ്റ് റേഡിയേഷൻ ഉപയോഗിച്ച് വീണ്ടും എഴുതപ്പെടാൻ കഴിയുന്ന മെമ്മറി ഏത്? ഈ പ്രോം. ഈ പ്രോം എന്നതിൻ്റെ മുഴുവൻ രൂപം എന്ത്? ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. അതാണ് ഈ പ്രോം എന്നുള്ള സാധനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ പ്രോം എന്നതിൻ്റെ മുഴുവൻ രൂപം എന്ത്? ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. വൈദ്യുതി ഉപയോഗിച്ച് വീണ്ടും എഴുതപ്പെടാൻ കഴിയുന്ന മെമ്മറി ഏതാണ്? ഇലക്ട്രിക്കലി ഇറൈസബിൾ പ്രോഗ്രാമബിൾ റീഡ് ഓൺലി മെമ്മറി. പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും ഇടയ്ക്കുള്ള ചെറുതും വേഗമേറിയതുമായ മെമ്മറി ഏത്? ക്യാഷ് മെമ്മറി. പ്രോസസ്സറിൻ്റെയും റാമിൻ്റെയും അഥവാ മെയിൻ മെമ്മറിയുടെ ഇടയ്ക്കുള്ള ചെറുതും വേഗമേറിയതുമായ മെമ്മറി ഏത്? ക്യാഷ് മെമ്മറി. ഇടയ്ക്കിടെ ആവശ്യമായി വരുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളിലെ ഇടക്കാല ഫലങ്ങളും വേഗത്തിലെടുക്കാൻ വേണ്ടി സൂക്ഷിക്കുന്നത് എവിടെ? ക്യാഷ് മെമ്മറിയിൽ. ഇടയ്ക്കിടെ ആവശ്യമായി വരുന്ന ഡാറ്റയും നിർദ്ദേശങ്ങളും നിർദ്ദേശങ്ങളിലെ ഇടക്കാല ഫലങ്ങളും വേഗത്തിൽ എടുക്കാൻ വേണ്ടി സൂക്ഷിക്കുന്നത് എവിടെ? ക്യാഷ് മെമ്മറിയിൽ. CPU-വിൻ്റെയും മദർ ബോർഡിൻ്റെയും ഉള്ളിലുള്ള എന്താണ് സിസ്റ്റത്തിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത്? ക്യാഷ് മെമ്മറി. CPU-വിൻ്റെയും മദർ ബോർഡിൻ്റെയും ഉള്ളിലുള്ള എന്താണ് സിസ്റ്റത്തിൻ്റെ പ്രകടനം മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത്? ക്യാഷ് മെമ്മറി. റാമിൽ നിന്ന് വ്യത്യസ്തമായി കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും സംഭരിച്ചിട്ടുള്ള ഡാറ്റ നഷ്ടമാകാത്ത സ്ഥിരം മെമ്മറി ഏത്? ദ്വിതീയ മെമ്മറി. റാമിൽ നിന്ന് വ്യത്യസ്തമായി കമ്പ്യൂട്ടർ ഓഫ് ചെയ്താലും സംഭരിച്ചിട്ടുള്ള ഡാറ്റ നഷ്ടമാകാത്ത സ്ഥിരം മെമ്മറി ഏത്? ദ്വിതീയ മെമ്മറി. റാമിനേക്കാൾ വളരെ വലുപ്പമുള്ളതാണ്, എന്നാൽ വേഗം കുറവാണ്. പ്രോഗ്രാമും ഡാറ്റയും ഇതിൽ സൂക്ഷിക്കുന്നുവെങ്കിലും പ്രോസസ്സറിന് അവയെ നേരിട്ട് ഉപയോഗിക്കാനാകില്ല. എന്നിവ എന്തിൻ്റെ പ്രത്യേകതകളാണ്? ദ്വിതീയ മെമ്മറി. റാമിനേക്കാൾ വളരെ വലുപ്പമുള്ളതാണ്, എന്നാൽ വേഗം കുറവാണ്. പ്രോഗ്രാമും ഡാറ്റയും ഇതിൽ സൂക്ഷിക്കുന്നുവെങ്കിലും പ്രോസസ്സറിന് അവയെ നേരിട്ട് ഉപയോഗിക്കാനാവില്ല. എന്നിവ എന്തിൻ്റെ പ്രത്യേകതകളാണ്? ദ്വിതീയ മെമ്മറി. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റയോ പ്രോഗ്രാമുകളോ കൈമാറ്റം ചെയ്യാനും ഒരു ബാക്കപ്പായും ഉപയോഗിക്കുന്നത് എന്ത്? ദ്വിതീയ മെമ്മറി. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് വേറൊരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റയോ പ്രോഗ്രാമുകളോ കൈമാറ്റം ചെയ്യാനും ഒരു ബാക്കപ്പായും ഉപയോഗിക്കുന്നത് എന്ത്? ദ്വിതീയ മെമ്മറി. ദ്വിതീയ സംഭരണ ഉപകരണങ്ങളുടെ പ്രധാന തരംതിരിവുകളേവ? മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, സെമി കണ്ടക്ടർ മെമ്മറികൾ. ദ്വിതീയ സംഭരണ ഉപകരണങ്ങളുടെ പ്രധാന തരംതിരിവുകളേവ? മാഗ്നറ്റിക്, ഒപ്റ്റിക്കൽ, സെമി കണ്ടക്ടർ മെമ്മറികൾ. ഡാറ്റ കാന്തികമായി റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഉപകരണങ്ങളേവ? കാന്തിക സംഭരണ ഉപകരണങ്ങൾ. ഡാറ്റ കാന്തികമായി റെക്കോർഡ് ചെയ്യപ്പെടുന്ന ഉപകരണങ്ങളേവ? കാന്തിക സംഭരണ ഉപകരണങ്ങൾ. കാന്തിക സംഭരണ ഉപകരണങ്ങളിൽ നിന്ന് ഡാറ്റ ഉപയോഗിക്കുന്നത് എന്തുപയോഗിച്ചാണ്? റീഡ് അഥവാ റൈറ്റ് ഹെഡ് ഉപയോഗിച്ച്. കാന്തിക സംഭരണ ഉപകരണങ്ങളിൽ നിന്ന് ഡാറ്റ ഉപയോഗിക്കുന്നത് എന്തുപയോഗിച്ചാണ്? റീഡ് അഥവാ റൈറ്റ് ഹെഡ് ഉപയോഗിച്ച്. കാന്തിക സംഭരണ ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? മാഗ്നറ്റിക് ടാപ്പുകൾ, ഹാർഡ് ഡിസ്കുകൾ. കാന്തിക സംഭരണ ഉപകരണങ്ങൾക്ക് ഉദാഹരണങ്ങളേവ? മാഗ്നറ്റിക് ടാപ്പുകൾ, ഹാർഡ് ഡിസ്കുകൾ. ശക്തി കുറഞ്ഞ ലേസർ രശ്മികൾ ഉപയോഗിച്ച് ഡാറ്റ സംഭരിക്കുകയോ അവിടെ നിന്ന് തിരിച്ചെടുക്കുകയോ ചെയ്യുന്നത് ഏതിനം സംഭരണ ഉപകരണങ്ങളിലാണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങൾ. ശക്തി കുറഞ്ഞ ലേസർ രശ്മികൾ ഉപയോഗിച്ച് ഡാറ്റ സംഭരിക്കുകയോ അവിടെ നിന്ന് തിരിച്ചെടുക്കുകയോ ചെയ്യുന്നത് ഏതിനം സംഭരണ ഉപകരണങ്ങളിലാണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങൾ. ഓക്കെ, ഇവിടെ മെമ്മറിയുടെ യൂണിറ്റുകൾ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ബൈനറി ഡിജിറ്റ് എന്ന് പറയുന്നത് ഒരു ബിറ്റാണ്. ബൈനറി ഡിജിറ്റ് ഒരു ബിറ്റ്. 1 നിപ്പിൾ എന്ന് പറയുന്നത് 4 ബിറ്റ്. അപ്പോൾ 4 ബിറ്റ് ചേർന്നതാണ് 1 നിപ്പിൾ. അതുപോലെ 1 ബൈറ്റ് എന്ന് പറയുന്നത് 8 ബിറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ 8 ബിറ്റ്സുകൾ ചേർന്നതാണ് ഒരു ബൈറ്റ്. ഇനി ഒരു കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 1024 ബൈറ്റ്സ് ചേർന്നതാണ് ഒരു കിലോ ബൈറ്റ് കേട്ടോ. ഒരു കിലോ ബൈറ്റ് എന്ന് പറയുന്നത് 1224 ബൈറ്റ് ചേർന്നതാണ് ഒരു കിലോ ബൈറ്റ്. ഇനി ഒരു മെഗാ ബൈറ്റ് എന്ന് പറയുന്നത് 1024 കിലോ ബൈറ്റ് ചേർന്നതാണ്
ഒരു മെഗാബൈറ്റ് എന്ന് പറയുന്നത് 1024 കിലോബൈറ്റ് ചേർന്നതാണ്. ഇനി ഒരു ഗിഗാബൈറ്റ് എന്ന് പറയുന്നത് GB, ഒരു ഗിഗാബൈറ്റ് എന്ന് പറയുന്നത് 1024 മെഗാബൈറ്റ് ചേർന്നതാണ് കേട്ടോ. ഇനി ഒരു ടെറാബൈറ്റ് എന്ന് പറയുന്നത് TB എന്നാണ് കേട്ടോ ചുരുക്കം. ഒരു ടെറാബൈറ്റ് എന്ന് പറയുന്നത് 1024 ജിഗാബൈറ്റ് ചേർന്നതാണ്. ഇനി ഒരു പെറ്റാബൈറ്റ് എന്ന് പറയുന്നത് PB, ഒരു പെറ്റാബൈറ്റ് എന്ന് പറയുന്നത് 1024 ടെറാബൈറ്റ് ചേർന്നതാണ് കേട്ടോ. അപ്പോൾ 1024 ടെറാബൈറ്റ് ചേർന്നതാണ് ഒരു പെറ്റാബൈറ്റ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ്. വൃത്താകൃതിയിലുള്ള 2 പ്ലാസ്റ്റിക് ഡിസ്കുകളുടെ ഇടയിൽ അലുമിനിയത്തിൻ്റെ ഒരു തകിട് ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്നതെന്ത്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങൾ. വൃത്താകൃതിയിലുള്ള 2 പ്ലാസ്റ്റിക് ഡിസ്കുകളുടെ ഇടയിൽ അലുമിനിയത്തിൻ്റെ ഒരു തകിട് ചേർത്ത് വെച്ച് ഉണ്ടാക്കുന്നതെന്ത്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങൾ. തുടർച്ചയായ സ്പൈറലിൽ സ്പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് രൂപത്തിൽ ഡാറ്റ എഴുതപ്പെടുന്നത് ഏതിനും സ്റ്റോറേജ് ഉപകരണത്തിലാണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണത്തിൽ. തുടർച്ചയായ സ്പൈറലിൽ സ്പിറ്റ്സ് ആൻഡ് ലാൻഡ്സ് രൂപത്തിൽ ഡാറ്റ എഴുതപ്പെടുന്നത് ഏതിനും സ്റ്റോറേജ് ഉപകരണത്തിലാണ്? ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണത്തിൽ. കൂടുതൽ അളവിലും കുറഞ്ഞ ചെലവിലും നിർമ്മിക്കാൻ സാധിക്കുന്ന ദ്വിതീയ സംഭരണ ഉപകരണങ്ങളായവ ഒപ്റ്റിക്കൽ സ്റ്റോറേജുകൾ. കൂടുതൽ അളവിലും കുറഞ്ഞ ചെലവിലും നിർമ്മിക്കാൻ സാധിക്കുന്ന ദ്വിതീയ സംഭരണ ഉപകരണങ്ങളായവ ഒപ്റ്റിക്കൽ സ്റ്റോറേജുകൾ. പ്രധാനപ്പെട്ട ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങളേവ? CD, DVD, ബ്ലൂറേ. പ്രധാനപ്പെട്ട ഒപ്റ്റിക്കൽ സ്റ്റോറേജ് ഉപകരണങ്ങളേവ? CD, DVD, ബ്ലൂറേ. ഡാറ്റ സംഭരണത്തിനായി EEPROM ചിപ്പുകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളേവ? ഫ്ലാഷ് ഡ്രൈവുകൾ. ഡാറ്റ സംഭരണത്തിനായി EEPROM ചിപ്പുകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളേവ? ഫ്ലാഷ് ഡ്രൈവുകൾ. അർദ്ധചാലക സംഭരണിക്ക് ഉദാഹരണങ്ങളേവ? USB, ഫ്ലാഷ് മെമ്മറി, ഫ്ലാഷ് മെമ്മറി കാർഡ്. അർദ്ധചാലക സംഭരണിക്ക് ഉദാഹരണങ്ങളേവ? USB, ഫ്ലാഷ് മെമ്മറി, ഫ്ലാഷ് മെമ്മറി കാർഡ്. അതിവേഗമുള്ളത്, സംഭരണശേഷി വളരെ കുറവ്, അസ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? രജിസ്റ്റർ മെമ്മറി. അതിവേഗമുള്ളത്, സംഭരണശേഷി വളരെ കുറഞ്ഞത്, അസ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? രജിസ്റ്റർ മെമ്മറി. കൂടിയ വേഗം, സംഭരണശേഷി കുറവ്, അസ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? കാഷ് മെമ്മറി. കൂടിയ വേഗം, സംഭരണശേഷി കുറവ്, അസ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? കാഷ് മെമ്മറി. വളരെ വേഗമുള്ളത്, സംഭരണശേഷി മിതമായത്, അസ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? റാം. വളരെ വേഗമുള്ളത്, സംഭരണശേഷി മിതമായത്, അസ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? റാം. മിതമായ വേഗം, സംഭരണശേഷി വളരെ കൂടുതൽ, സ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? ഹാർഡ് ഡിസ്ക്. മിതമായ വേഗം, സംഭരണശേഷി വളരെ കൂടുതൽ, സ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? ഹാർഡ് ഡിസ്ക്. ഇനി മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി, റാം. റോമിനേക്കാൾ വേഗം കൂടിയതാണ് കേട്ടത്. അപ്പോൾ റാൻഡം ആക്സസ് മെമ്മറി അഥവാ റാം റോമിനേക്കാൾ വേഗം കൂടിയതാണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗും സിസ്റ്റവും ഇത് സൂക്ഷിക്കുന്നു. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗും സിസ്റ്റവും ഇത് സൂക്ഷിക്കുന്നു. ഡാറ്റയുടെ സംഭരണവും വീണ്ടെടുക്കലും ഇത് അനുവദിക്കുന്നു. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഇതിലെ ഉള്ളടക്കം നഷ്ടമാകുന്നു. അസ്ഥിര മെമ്മറിയാണ്. ഇനി റീഡ് ഓൺലി മെമ്മറി അഥവാ റോം. ഇതിന് വേഗം കുറവാണ്. ഓക്കെ, അപ്പോൾ റീഡ് ഓൺലി മെമ്മറി റോം ഇതിന് വേഗം കുറവാണ്. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം ഇത് സൂക്ഷിക്കുന്നു. സാധാരണമായി ഇതിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കാൻ മാത്രമേ സാധിക്കൂ. കമ്പ്യൂട്ടർ ഓഫാക്കിയാലും റോമിലെ ഉള്ളടക്കം നഷ്ടപ്പെടാത്തതിനാൽ ഇതൊരു സ്ഥിരം മെമ്മറിയാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. താങ്ക് യു. ഡാറ്റാ സംഭരണത്തിനായി EEPROM ചിപ്പുകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാവ ഫ്ലാഷ് ഡ്രൈവുകൾ. ഡാറ്റാ സംഭരണത്തിനായി EEPROM ചിപ്പുകൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാവ ഫ്ലാഷ് ഡ്രൈവുകൾ. അർദ്ധചാലക സംഭരണിക്ക് ഉദാഹരണങ്ങളാവ USB, ഫ്ലാഷ് മെമ്മറി, ഫ്ലാഷ് മെമ്മറി കാർഡ്. അർദ്ധചാലക സംഭരണിക്ക് ഉദാഹരണങ്ങളാവ USB, ഫ്ലാഷ് മെമ്മറി, ഫ്ലാഷ് മെമ്മറി കാർഡ്. അതിവേഗമുള്ളത്, സംഭരണശേഷി വളരെ കുറവ്, അസ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? രജിസ്റ്റർ മെമ്മറി.
അതിവേഗമുള്ളത്, സംഭരണശേഷി വളരെ കുറഞ്ഞത്, അസ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? രജിസ്റ്റർ മെമ്മറി. കൂടിയ വേഗം, സംഭരണശേഷി കുറവ്, അസ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? കാഷ് മെമ്മറി. കൂടിയ വേഗം, സംഭരണശേഷി കുറവ്, അസ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? കാഷ് മെമ്മറി. വളരെ വേഗമുള്ളത്, സംഭരണശേഷി മിതമായത്, അസ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? റാം. വളരെ വേഗമുള്ളത്, സംഭരണശേഷി മിതമായത്, അസ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? റാം. മിതമായ വേഗം, സംഭരണശേഷി വളരെ കൂടുതൽ, സ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? ഹാർഡ് ഡിസ്ക്. മിതമായ വേഗം, സംഭരണശേഷി വളരെ കൂടുതൽ, സ്ഥിരമായത് എന്നിവ ഏത് ഡാറ്റാ സംഭരണിയുടെ സവിശേഷതകളാണ്? ഹാർഡ് ഡിസ്ക്. ഇനി മെമ്മറി. റാൻഡം ആക്സസ് മെമ്മറി റാം. റോമിനേക്കാൾ വേഗം കൂടിയതാണ് കേട്ടത്. അപ്പോൾ റാൻഡം ആക്സസ് മെമ്മറി അഥവാ റാം റോമിനേക്കാൾ വേഗം കൂടിയതാണ്. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗും സിസ്റ്റവും ഇത് സൂക്ഷിക്കുന്നു. കമ്പ്യൂട്ടർ പ്രവർത്തിക്കുമ്പോൾ ഡാറ്റയും ആപ്ലിക്കേഷൻ പ്രോഗ്രാമും ഓപ്പറേറ്റിംഗും സിസ്റ്റവും ഇത് സൂക്ഷിക്കുന്നു. ഡാറ്റയുടെ സംഭരണവും വീണ്ടെടുക്കലും ഇത് അനുവദിക്കുന്നു. ഡാറ്റയുടെ സംഭരണവും വീണ്ടെടുക്കലും ഇത് അനുവദിക്കുന്നു. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഇതിലെ ഉള്ളടക്കം നഷ്ടമാകുന്നു. അസ്ഥിര മെമ്മറിയാണ്. കമ്പ്യൂട്ടർ ഓഫാക്കിയാൽ ഇതിലെ ഉള്ളടക്കം നഷ്ടമാകുന്നു. അസ്ഥിര മെമ്മറിയാണ്. ഇനി റീഡ് ഓൺലി മെമ്മറി അഥവാ റോം. ഇതിന് വേഗം കുറവാണ്. ഓക്കെ, അപ്പോൾ റീഡ് ഓൺലി മെമ്മറി റോം ഇതിന് വേഗം കുറവാണ്. കമ്പ്യൂട്ടർ ബൂട്ട് ചെയ്യാനുള്ള പ്രോഗ്രാം ഇത് സൂക്ഷിക്കുന്നു. സാധാരണമായി ഇതിൽ നിന്ന് ഡാറ്റ തിരിച്ചെടുക്കാൻ മാത്രമേ സാധിക്കൂ. കമ്പ്യൂട്ടർ ഓഫാക്കിയാലും റോമിലെ ഉള്ളടക്കം നഷ്ടപ്പെടാത്തതിനാൽ ഇതൊരു സ്ഥിരം മെമ്മറിയാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ. താങ്ക് യു.